എടാ തള്ളേ, ഇപ്പൊ സ്വാമി എവിടെ കണ്ടുപിടിക്കും? ഓം ശുക്രായ നമഃ. ഇതെന്താണ്? അല്ല, സ്വാമിയാണ്. നോം ദുരിതാനന്ദ സ്വാമികൾ. സാർ അങ്ങനെ എവിടെ വന്നേ? നോം തൂണിലും തുരുമ്പിലും സകല ചരാചരങ്ങളിലും തടിവീടല്ലേ? എല്ലാത്തിലും ഉണ്ട് ഞാൻ. അല്ല, വരവന്റെ ഉദ്ദേശം എന്നാ? നോം നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം പിറക്കിക്കളഞ്ഞ് ഐശ്വര്യം വാരി വെതറും. ഓം. അല്ല, ഇവിടെ എന്താണ്? ഇവിടെ മൊത്തത്തിൽ ഇവിടെ എന്താ പ്രശ്നം? എന്താ ഇവിടെ? നമുക്കറിയാം നിങ്ങൾ ദുരിതങ്ങളുടെ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ടുപോലെ അതിനൊരു പരിഹാരം കാണാൻ വന്ന ആണ്. അല്ല, എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങോട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ നിർത്തി കഥ വരുന്നില്ല. പരിഹാരമുണ്ട്. ആണോ? കാണാം. എന്റെ വിഷയം എന്താണെന്നറിയോ? എന്റെ ശോഭന വേണമെങ്കിൽ പോയി. ശോഭന ഇപ്പോഴും അഭിനയിക്കാൻ? ആ ശോഭനയല്ല, പിന്നെ വേറൊരു അഭിനയിക്കാൻ തുടങ്ങുന്ന ഒരു ശോഭനയുണ്ട്, എന്റെ പെണ്ണുപിള്ള. ഓഹോ. അല്ല, ഈ സ്ക്രിപ്റ്റ് വരാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് എന്താ ഒരു പരിഹാരമുള്ളത്? ഭാവന വരണം. ഭാവന? അത് ശോഭനയല്ല, ഭാവന. ആ ഭാവന, തലയിൽ ഉദിക്കുന്ന ഭാവന. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതാണ്. പരിഹാരമുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രപ്രസാദ് സാർ തിരിക്കുന്ന പോലെ ചിരിക്കുന്നേ. സിനിമ സംബന്ധമായിട്ടുള്ള അല്ലേടാ മണ്ട. അതാണ് ഇടയ്ക്ക് അങ്ങനെ വരും. അല്ല, വേറെ കാര്യമുണ്ട്. ഈ വീടൊന്ന് മൊത്തത്തിലൊന്ന് നല്ലതാണ്. മുക്കും മൂലയും നോക്കിയാലേ എന്തെങ്കിലും കൂടോത്രോ വല്ലതും ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചുടനടയിൽ കണ്ടുപിടിക്കാം. ഞെടിച്ചുടയിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. എന്തെങ്കിലും ആട്ടെ, കാര്യങ്ങൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഐശ്വര്യം വാരി വരും. ഭാവന വന്നാൽ സ്ക്രിപ്റ്റ് വരും. സാർ വേറെ കാര്യങ്ങളുണ്ട്. വാടക കൊടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കാം. അല്ല, കുണ്ടലിനി ഉണർന്നില്ല. അത് ഉണർന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. സ്വാമിയുടെ ഫീസ് എങ്ങനെയാ? ഫീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് കണ്ണടച്ച് മനസ്സിരുത്തി പ്രാർത്ഥിക്കാൻ. നോമിയും വീടിന്റെ മുക്കും മൂലയും ഒന്ന് നിരീക്ഷിച്ച് കണ്ടറിഞ്ഞിട്ട് വരാം. എപ്പോഴാ? ഓം ശുക്രായ നമഃ. ഇയാളെവിടെ പോയി? എന്തോടോ കണ്ണടയ്ക്കുമ്പോൾ വരാനും പോലെ ഇയാളെന്തോ KCB ജോലി ചെയ്യുന്നേ? എടാ, അങ്ങേരെന്തോ ഒരു ദിവ്യുള്ള ദിവ്യണ്ണിയാന്ന് തോന്നുന്നു. അല്ല, ദിവ്യ ഉണ്ണനാന്ന് തോന്നുന്നു. ഓം ശുക്രായ നമഃ. നോം ദുരിതാനന്ദ സ്വാമികൾ. ഈ വീട്ടിലെ ദുരിതങ്ങളൊക്കെ പിറക്കി കളയാൻ വന്നവനാ. നിങ്ങൾ? നോം ദേവസ്വി, ഈ ഭവനത്തിലെ ദേഹണ്ണക്കാരൻ. കണ്ടപ്പോഴേ തോന്നി. മധ്യാഹ്ന ഭോജനം അവിടുന്ന് എന്താണ് വേണ്ടത്? നോം ഉച്ചയ്ക്ക് മദ്യപിക്കാറില്ല. മദ്യപാനമല്ല, പിന്നെ ഭക്ഷണം ഉച്ചയ്ക്ക്. ഓഹോ, ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ ചുക്ക, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ 65, ചിക്കൻ മറത്തിയടിച്ചത്, ചിക്കൻ പൊള്ളിച്ചത്, നിർത്തിപ്പൊരിച്ച ചിക്കൻ. ആ പപ്പും കൂടെ കൂടെ ഒന്ന് കറി വെക്കാൻ പാടില്ല? അതുണ്ട് സ്വാമി, അത് വെറൈറ്റി ആയിട്ട് വറുത്ത് സൈഡ് ഡിഷ് ആയിട്ട് വെക്കും. കണ്ട ജന്തുക്കളെയൊക്കെ പിടിച്ച് തിന്നുന്ന വാനര. കഴിഞ്ഞ ജന്മത്തിലെ കോഴി, ഈ ജന്മത്തിലെ പൂച്ചെ, നിന്നെ ഞാൻ ശപിക്കുവാണ്. നീ അടുത്ത ജന്മം മാക്കാച്ചിയായി പോട്ടാ. ഇയാളോട് പോയി. ഇതാ സുബുവിൻ്റെ ഏർപ്പാടാണ്. അവനെ ഞമ്മള് എല്ലാത്തിനും നിരത്തും. ഒരു ഹോമം തന്നെ വേണ്ടി വരും. വരെ എതിരാളികൾ കൂടി വരികയാണ്. ഇതായിരുന്നു. ഓം ശുക്രായ നമഃ. നമ്മുടെ പൂജ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും മനസ്സിരുത്തി നന്നായി പ്രാർത്ഥിച്ചോളൂ. നോം ഈ വീട്ടിലെ ഭൂതപ്രേത പിശാചുക്കളെ മായ വലയങ്ങൾ കുടുക്കിക്കൽ വലിച്ചെറിയുന്ന. അപ്പോൾ രണ്ടുപേരും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഓം പഴയ പണി. ഓം ഓം ക്രീം കുട്ടിച്ചത്ത. ഓം ശുക്രായ നമഃ. ശ്രദ്ധിക്കൂ, നമുക്ക് ഈ വീട്ടിലെ ഭൂതപ്രത പിശാചുക്കളെയെല്ലാം കിട്ടിയിട്ടുണ്ട്. നാം എല്ലാത്തിനെയും ആവാഹിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. സക്സസ്.
സ്വാമിജി, സ്വാമിജിക്കുള്ള പഴച്ചാർ. ഔ, ആദ്യമായിട്ട് ഒരു വീട്ടിൽ നിന്ന് പഴച്ചാറ് കിട്ടുന്നത്. സ്വാമിജി, ഹൗ ഇസ് മൈ ജ്യൂസ്? ഇറങ്ങി വൻകുടൽ വഴി താഴേക്ക് എത്തുന്നു. നല്ല തണുപ്പും നല്ല ആശ്വാസവും. എന്തോ നല്ലൊരു പരമസുഖം. ശ്രദ്ധിക്കൂ, നമുക്ക് ചെറിയൊരു പൂജ കൊണ്ടി ബാക്കിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ. അയ്യോ, നമ്മുടെ ജ്യൂസ് വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിക്കുക. സ്വാമി, സ്വാമി, സ്വാമിയേ, പൂജ കഴിയാറായില്ലേ? ഇല്ല, കൊറേ നേരമല്ലേ തുടങ്ങിയിട്ട്? സമയെടുക്കും. സ്വാമി, തനിക്കെന്താണോ? അല്ല, ചില ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അത് ബാധ പുറത്തു പോണതാ. ഒരു ജ്യൂസ് കൂടി തന്നാലോ? ജ്യൂസ് തന്റെ പോണോ അവിടുന്ന്? ഞാനിവിടെ കാത്തു നിൽക്കാം സ്വാമിയെ. താൻ എന്തിനാണ് അവിടെ കാത്തു നിൽക്കണത്? സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും സ്വാമിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരാൻ വഴിയില്ലല്ലോ. സ്വാമി, ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ഇറങ്ങി പോണോ? സ്വാമിയെ, നീ എന്തിനു ഈ പുള്ളിക്കടം തിളക്കണത്? വിളിച്ചായിരുന്നോ? 3 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതൊരു തുള്ളലും ചാട്ടം ചിരിയൊക്കെ. അല്ല സ്വാമിയെ, സ്വാമിയെ, നമുക്ക് ജ്യൂസ് ഒന്നും തന്നില്ലടാ. എടാ കുരിശ്, എടാ കുരിശ്. എങ്ങനെയുണ്ട് സ്വാമി? അതെ, ആ പൂജ കഴിഞ്ഞ് ബാധ കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസമാണ്. നിങ്ങൾക്കില്ലേ? സ്വാമിയുടെ വീട് എവിടെ? എൻ്റെ വീടോ? ആ, ഊവോ? പുലിയറ. പുലി കയറും ഇപ്പം. പുലിയറാമല. പുലി കയറാമല്ല. സ്വാമിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ആ ഒരു പേര്. മറന്നു പോയി കാണുമല്ലേ ഈ അപ്രത്യക്ഷമാകുന്ന പോലെ. അതെ, ജ്ഞാനം കൂടിയ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ മറവി ഇച്ചിരി കൂടുതലാണ്. ജ്ഞാനം കൂടിയോണ്ടായിരിക്കും, ദൈവഭക്തി കൂടിയോണ്ടായിരിക്കും കൊന്തം നെറ്റി വന്നില്ലേ? നോക്ക്, നെഞ്ചത്ത് നോക്ക്. ഇങ്ങ് വന്നേ, ഇങ്ങട് വാ. എല്ലാ കിൻ്റെല്ലുള്ള ഇട്ടിയാൻ തരും. എവിടുന്നാ വന്നേ? ആര് പറഞ്ഞിട്ടാണ് ചോദിക്കടാ? ആര് പറഞ്ഞിട്ടാ വന്നേ? അതെ, നമ്മുടെ താഴത്തെ വീട്ടിലെ മുത്തു. മുത്തുവോ? വീണ്ടും പോയി. ഇയാളാരാ മജീശ്വരന്റെ അച്ഛനോ? ഈ പുള്ളി ശരിക്കും ദിവ്യന് ഉണ്ണിയാണോടാ? ബോണ്ടായ ഉണ്ണിയല്ല. നാട്ടിലുള്ള കള്ളന്മാരെല്ലാം ഈ വീട്ടിലുണ്ട്. താക്ക് താക്ക്. എന്താണ് ഈ പുള്ളി ഇങ്ങനെ? പാണ്ഡ്യ പോയി പോക്കാം. വാ. എന്നാ വാ. എന്റെ ജ്യൂസിനിങ്ങനെ കാണാതാവാനുള്ള ദിവ്യശക്തി ഉണ്ടായിരുന്നു. ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ എന്തായാലും കണ്ടില്ല. ബാക്കി ഞാൻ അടുത്ത് പിടിച്ച് നോക്കട്ടെ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. സ്വാമിയന്മാര് സമാധിയാക്കിയോ? ശബ്ദം ഞാൻ കേൾപ്പിച്ചാ മതിയോ? എന്താ ഒരു സ്വാമി വന്നല്ലേ? എന്റെ ആളാന്ന് പറഞ്ഞല്ലേ? അത് കള്ളവാ. തല്ലണേ തല്ലിക്കോ. അല്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞങ്ങളങ്ങനെ ഓർത്തായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളെ തല്ലെങ്കിൽ തല്ലിക്കോ, കുഴപ്പമില്ല. അത് മോശം. വീടൊക്കെ നിനക്ക് വാടകയ്ക്ക് തന്നാ ഒന്നുമില്ല. നീ എന്റെ നൻപനാ, തല്ലണേ തല്ലിക്കോ. അല്ല, അത് ശരിയാവില്ല. എന്നാലും ഇപ്പൊ പ്ലാൻ ചെയ്തില്ലേ? മോശം ഒരാളെ നമ്മൾ അങ്ങനെ നിരപരാധിയായിട്ടുള്ള ഒരാളെ തല്ലുന്ന മോശമല്ലടാ. ആ, അല്ല, ഇതിപ്പോ ആര് പറഞ്ഞ് വിശ്വസിക്കും നമ്മൾ? അല്ല, ഈ പുള്ളി പറഞ്ഞ് പൊട്ടനോ ഒന്ന് പറയാൻ നോക്കുന്നു.